ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, നമ്മുടെ ദൈവം സ്നേഹം തന്നെ. സ്നേഹവാനായ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന നാം ഓരോരുത്തരും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി മാറണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം പലതിലും ഉത്സാഹം കാണിക്കുന്നവരാണല്ലേ. വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിക്കും. അതുപോലെ നാം ഓരോ കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ ചെയ്യുന്നത് പോലെ തന്നെ സ്നേഹമാചരിപ്പാനും നാം ഉത്സാഹിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം നമുക്ക് വായിക്കാം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. അതെ, ഈ നാളുകളിൽ നാം ഉത്സാഹിക്കേണ്ട ഒരു കാര്യം, നാം വാഞ്ചിക്കേണ്ട കാര്യങ്ങളെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതെ, സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, സ്നേഹം എന്താണെന്നും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും സ്നേഹത്തിൻ്റെ മൂല്യതകളെക്കുറിച്ചാണ് അതിൻ്റെ തൊട്ടു മുന്നിലുള്ള 13-ാം അധ്യായത്തിൽ പറഞ്ഞ ശേഷമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. അത് നാം പലതും ആചരിക്കുന്നവരാണല്ലേ. അതൊക്കെ നമ്മൾ ആചാരങ്ങൾ ചെയ്യുവാൻ നാം ഉത്സാഹിക്കുന്നവരാണ്. എന്നാൽ എത്ര പേരാണ് ഉത്സാഹത്തോടെ സ്നേഹിക്കുന്നത്? ഒന്നാമത് നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ നിശ്ചയമായി നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളെ സ്നേഹിപ്പാൻ നമുക്ക് ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം വായിക്കുന്നു സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹം എങ്ങനെയുള്ളതെന്ന് ആമേൻ ഒത്തിരി കാര്യങ്ങൾ 13-ാം അധ്യായത്തിൽ പറയുന്നുവെങ്കിൽ ഒരു വചനം നമുക്ക് ചിന്തിക്കാം. 13-ാം അധ്യായം അതിൻ്റെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 7-ാം വചനം. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. അതെ, നാം സ്നേഹിക്കുന്നവരിലൂടെ നാം ആഴമായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് നാം സ്നേഹിക്കുന്നവരിലൂടെ നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, സംസാരങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ നമുക്ക് നേരെ കടന്നു വരാം. എന്നാൽ സ്നേഹം എല്ലാം പൊറുക്കും, എല്ലാം സഹിക്കും. ആ സ്നേഹത്തിനായി, ആ സ്നേഹം ആചരിപ്പാൻ എത്ര പേർ ഉത്സാഹിക്കുന്നുണ്ട്? നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന സ്നേഹം അങ്ങോട്ട് കൊടുക്കുവാൻ ഉത്സാഹിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം, വ്യാജമില്ലാത്ത സ്നേഹം. പുറമേ നാം സ്നേഹിക്കുന്നെങ്കിലും ഉള്ളിൽ അവർ സ്തോത്രം ആർക്ക് നേരെങ്കിലും ഒരു കയ്പോ ഒരു സ്തോത്രം ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഒരു ചിന്തയോ ഒരു ഇത് വെച്ചിട്ടല്ല നാം പുറമേ സ്നേഹിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിറുയാച്ച സ്നേഹം ആചരിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ഹല്ലേലൂയ. വീണ്ടും നാം വായിക്കുന്ന ആത്മീക വരങ്ങൾ പ്രാപിപ്പാൻ നാം വാഞ്ചിക്കണം. അതുപോലെ വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ഇന്ന് പലർക്കും പ്രവചനവരത്തെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങളാണ് ആത്മീയ ഗോളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതല്ലേ. പ്രവചനവരം, പ്രവചനം ആരും സ്വീകരിക്കുന്നത്, പ്രവചനത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. പ്രവചനവരം ഇന്ന് അധികം ആരും വാഞ്ചിക്കുന്നില്ല. കാരണം കള്ളപ്രവാചകന്മാരും ഒക്കെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നപ്പോൾ സ്തോത്രം പലരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ വായിക്കുന്ന പ്രവചനവരം സ്തോത്രം നാം വാഞ്ചിക്കണം. വിശേഷാൽ ആത്മീക വരങ്ങളും പ്രവചനവരവും വാഞ്ചിക്കണം. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആത്മീക വരങ്ങൾക്കായി നമുക്ക് വാഞ്ചിക്കാമോ? സ്തോത്രം നമ്മുടെ തലമുറകളുടെ നല്ല ഭാവിക്ക് വേണ്ടി, കുടുംബത്തിലെ അവസ്ഥകൾക്ക്, സ്ഥിതികൾക്ക് വ്യത്യാസം വരുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പല വാഞ്ചകളുണ്ടല്ലേ, പല ആഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എത്ര പേരാണ് ആത്മീക വരങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്? അതുപോലെ പ്രവചനവരം അത് മറ്റുള്ളവരെ വിവേചിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് അതൊരു ആശ്വാസമായി തീരും, ഒരു ഉത്തേജനമായി തീരും. ഹല്ലേലൂയ. അവർക്കൊരു നല്ല ഒരു നടത്തിപ്പ്
വെളിപ്പായി തീരും. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സംസാരിക്കുന്നതാണ് പ്രവചനവരം. എന്നാൽ അത് പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് നാം ദൈവസ്നേഹമുള്ളവരായി മാറണം, ദൈവകൽപ്പനകൾ അനുസരിക്കണം. ദൈവത്തോട് നമ്മൾ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവവുമായിട്ട് ആത്മീയ മർമ്മങ്ങളെ നാം സംസാരിച്ച് കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിച്ച് മറ്റുള്ളവരോട് പ്രവചനവരം മൂലം പറയുവാൻ കഴിയും. എന്നാൽ ഏത് വരം ദൈവം നമുക്ക് തന്ന് നാം അത് ചെയ്താലും അത് ഉപയോഗിച്ചാലും അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഹല്ലേലൂയ. യാതൊരു അഹങ്കാരമോ യാതൊരു ഉന്നതഭാവമോ ഒന്നും നമ്മുടെ ഉള്ളിൽ വരുവാൻ പാടില്ല. ദൈവസ്നേഹത്തിൽ താഴ്മയോടെ നാം അത് ആത്മീയ വരങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവ് വീണ്ടും നമ്മെ നിറയ്ക്കുവാൻ ദൈവം സർവശക്തനാണ്. ഇന്ന് മുതൽക്കാല കർത്താവ് നമ്മോട് 2 കാര്യങ്ങൾ സംസാരിച്ചു. ഒന്ന്, യഥാർത്ഥമായ ദൈവം യേശു എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ പിതാവായ ദൈവം നമ്മെ എങ്ങനെയാണോ സ്നേഹിച്ചത്, യേശു എങ്ങനെയാണോ ലോകത്തെ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിപ്പാൻ, ആ സ്നേഹം ആചരിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. അതുപോലെ ആത്മീക വരങ്ങളും പ്രവചനവരം പ്രാപിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിശ്ചയമായ നമ്മുടെ വാഞ്ചകളെയും ഉത്സാഹങ്ങളെയും കണ്ട് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കണ്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. അങ്ങനെ നാം ദൈവത്തിന് ഇഷ്ടങ്ങൾ നാം ആഗ്രഹിക്കുകയും അതിൽ ചെയ്യുവാൻ നാം ഉത്സാഹിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായി കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മെ രക്ഷിച്ച, നമ്മെ വിടുവിച്ച യേശുവിൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗപ്പെടുവാൻ നല്ല മാനപാത്രങ്ങളായി സ്വതൃകുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഈ നാളുകൾ സ്നേഹം കർത്താവെ ആചരിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് കർത്താവെ ആത്മീയ വരങ്ങൾ വിശേഷ പ്രവചനവരെ വാഞ്ചിച്ച് കർത്താവെ അങ്ങേക്ക് വേണ്ടി നിലനിൽപ്പാൻ, അങ്ങേക്ക് വേണ്ടി ശക്തമായ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും അധ്വാനിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം. അതോടൊപ്പം ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും കർത്താവ് നൽകി ജയത്തോടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ദൈവഹിത പ്രകാരം നടത്തുന്നതിനായ സ്തോത്രം. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.